ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ, കേൾക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ 50ാമത്തെ പാർട്ടാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കമൻ്റ് ഇടണം. 1, 2, 3 പേരാണ് കമൻ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾ കമൻ്റ് ഇടാൻ വൈകിക്കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോറി ഇടാൻ വൈകും. അപ്പം നമുക്ക് കാണാമല്ലോ ആരാണ് കമൻ്റ് ഇടണേ, ആരാണ്. നിങ്ങൾ സ്റ്റോറിക്ക് കമൻ്റ് ഇട്ടാൽ മാത്രമേ ഞാനിനി തൊട്ട് നിങ്ങളുടെ കമൻ്റ് നോക്കിയിട്ട് ആണ് ഞാനിനി റെക്കോർഡും ചെയ്യാനുള്ള, ഞാനിനി വീഡിയോ ഇടുള്ളൂ. അപ്പം നോക്കാമല്ലോ ആരെ ജയിക്കുകയെന്ന്. അപ്പോൾ എന്തായാലും കമൻ്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ 50ാമത്തെ പാർട്ടിലേക്ക് പോയാലോ? നമ്മൾ 50 പാർട്ട് കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് ഇവർക്കൊരു സ്നേഹം വന്നിട്ടില്ല അല്ലേ? നമുക്ക് ഇവർക്ക് സ്നേഹിപ്പിച്ചല്ലോ. എന്നാ സ്റ്റോറിയിലേക്ക് പോവാം. നീ എന്തിനാ ശിവേരെ രാഘേട്ടാന്ന് വിളിക്കണേ? പാർവണ ചോദിച്ചു. അതിനിപ്പോൾ എന്താ, നല്ല രസമില്ലേ രാഘേട്ടാന്നുള്ള വിളി? അതെന്താ ശിവേട്ടാന്ന് വിളിച്ചാ? അയ്യേ, അതിന് ഞാൻ അഞ്ജലിയൊന്നല്ല. അഞ്ജലി? ഏതഞ്ജലി? അഞ്ജലി നിനക്കറിയില്ലേ തുമ്പി? കഷ്ടം. ഇല്ല, നമ്മുടെ സാന്ത്വനത്തിൽ അഞ്ജലി. ശിവേട്ടാന്നല്ലേ വിളിക്കുക? ഇടത്തുണ്ടി, നീ വീണ്ടും സീരിയൽ കാണാൻ തുടങ്ങിയ? വല്ലപ്പോഴും, ആഴ്ചയിൽ എല്ലാ ദിവസവും. ആര് വിളിച്ചുകൊണ്ട് പറഞ്ഞു? അപ്പോഴേക്കും ശിവ കഴുകി വന്നിരുന്നു. ഇവിടെ സീറ്റുണ്ട് രാഘേട്ടാ, പിന്നെന്തിനാ അവിടെ പോയിരിക്കണേ? ദേ ഇവിടെ ഇരിക്കേ. ആരു പാർവണിയുടെ അരികിലെ സീറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവിടെ ഒരു സീറ്റല്ലേ ഉള്ളോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. പിന്നെ ഒരാൾക്ക് ഇരിക്കാൻ ഇനി 10 കസേര വേണ? ചേട്ടനിരിക്കേ. ആരു നിർബന്ധിച്ചു. ശിവ പാർവണിയുടെ അരികിലെ ചേറി വന്നിരുന്നു. ആരു, നീ എൻ്റെ സീറ്റിലേക്ക് ഇരിക്കുമോ? ഞാൻ നിൻ്റെ ഇരിക്കാം. പാർവണ ചോദിച്ചു. വെരി സോറി സിസ്, ഈ മുണ്ടെല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്നിരുന്നേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് റിസ്ക്കാണ്. നിന്റെ കല്യാണത്തിന് സാമ്പാർ ഉപ്പിടാൻ മറക്കുന്നു, പായസത്തിന് മധുരം കുറയിടാം. ഇതിൻ്റെ ശാപ. അത് സാരമില്ല, ഞാൻ ഉപ്പും മധുരമൊക്കെ ഇട്ടോളാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് സദ്യ വിളമ്പാൻ തുടങ്ങി. ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പടവും അച്ചാറും പുളിയിഞ്ചിയും പുളിശ്ശേരിയും കൂട്ടുകറിയും മസാലക്കറി, അവിയൽ, ഓലൻ, പുളിശ്ശേരി, 2 തരം പായസവും ഉണ്ടായിരുന്നു. കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻ്റെ അമ്മയും വേറൊരു സ്ത്രീയും അവരുടെ അരികിലേക്ക് വന്നത്. നോക്കമ്മേ, ഈ തുമ്പി കണ്ണേരനെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഇരുന്നുമ്പോൾ സദ്യ കഴിക്കുക. ഞാൻ അവളോട് പറഞ്ഞ കുറച്ചു നേരമെങ്കിലും കണ്ണേരനൊന്ന് വെയിറ്റ് ചെയ്യാൻ. ആരു കണ്ണൻ്റെ അമ്മയെ കണ്ടതും പറഞ്ഞു. അതിനിപ്പോൾ എന്താ, മോള് കഴിച്ചോട്ടെ, കണ്ണം വരാൻ ഒരു നേരവും. അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. ഓ, ഇപ്പം ഞാനാ ഔട്ടില്ലേ? ആര് മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ശാരദേ, ഇതാണ് എൻ്റെ കണ്ണൻ്റെ പെണ്ണ്. അമ്മ കൂടെയുള്ള സ്ത്രീക്ക് പാറുണ്യെ പരിചയപ്പെടുത്തി. അപ്പം ഇതാണ് കണ്ണൻകുട്ടിയുടെ ആള്? അതെ, എൻഗേജ്മെൻറ്റിൻ്റെ അധികാരം ക്ഷണിക്കാൻ പറ്റിയില്ലല്ലോ, എല്ലാം ഇടിപിടിയുന്നായിരുന്നല്ലോ, അമ്മ പറഞ്ഞു. മോളുടെ പേരെന്താ? അസ്ത്രീ ചോദിച്ചു. പാർവണ. ദേ കണ്ണൻ വന്നല്ലോ. അമ്മ അവിടേക്ക് വരുന്ന കണ്ണനെ നോക്കി പറഞ്ഞു. നീ എവിടെ പോയി കിടക്കായിരുന്നുട ചക്ക? അമ്മ അവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ദേവയുടെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു. അവിടെ സ്വീകരിക്കാൻ കുറച്ച് ഏർപ്പാടുകൾ ചെയ്യാനായിരുന്നു. കണ്ണൻ മുണ്ടിൻ്റെ അറ്റം കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു പറഞ്ഞു. കുട്ടി ഇങ്ങനെ എല്ലാത്തിനും ഓടി നടന്ന് ക്ഷീണിക്കാൻ നിൽക്കണ്ട. അടുത്ത ആഴ്ച സ്വന്തം കല്യാണം ഓർമ്മ വേണട്ടാ. കൂടെയുള്ളവർ അത് പറഞ്ഞതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പാർവണ ചുമയ്ക്കാൻ തുടങ്ങി. അമ്മ അവൾക്ക് വേഗം വെള്ളം എടുത്തു കൊടുത്തതും അവൾ അത് വാങ്ങി കുടിച്ചു. അല്ല മോളെ, നിന്റെ കയ്യിലെ എൻഗേജ്മെന്റ് റിങ് അവിടെ? അമ്മ അവളുടെ വിരലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ അത് ഞാൻ കുളിക്കുമ്പോൾ അഴിച്ചു വെച്ചതാ, പിന്നെ എടുത്തിടാൻ മറന്നു. അവൾ വായിൽ വന്ന കള്ളം പറഞ്ഞു. നിനക്കെന്താ തുമ്പി ഈയിടെയായിട്ട് ഒന്നിനും ശ്രദ്ധയില്ലാത്ത? ഇതൊക്കെ എങ്ങനെ മറന്നു വയ്ക്കാൻ പാടുമോ? ആരും അവളെ ചീത്ത പറയാൻ തുടങ്ങി.
മതിയായിരുന്നു നിർത്ത്. അവൾ മറന്നാന്ന് പറഞ്ഞില്ലേ, പിന്നെ ഒരു മോതിരത്തിലൊക്കെ എന്ത് കാര്യം? കണ്ണൻ പറഞ്ഞു. ഓ, ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും സെറ്റ്, ഞാൻ ഔട്ട് അല്ലേ? ആര് പറഞ്ഞു? ഭാര്യയും ഭർത്താവും. ആരും ആ വാക്ക് പറഞ്ഞപ്പോൾ പാർവണിയുടെ നെഞ്ചൊന്ന് കിടന്നു. താൻ എല്ലാവരും ചതിക്കുകയല്ല എന്ന തോന്നൽ അവളുടെ ഉള്ളിൽ ഉടലെടുത്തിരുന്നു. ഇടം കണ്ണിട്ട് പാർവണ ശിവയെ ഒന്ന് പാളി നോക്കിയെങ്കിലും അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഈ ഒത്തൊരുമയാണ് മക്കളെ എന്നും വേണ്ടത്. കണ്ണനെയും രുക്മിണിയെയും പോലെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. ആ സ്ത്രീ അവരെ അനുഗ്രഹിച്ചു. ശേഷം അമ്മയോടൊപ്പം അവർ പോയി. ആ അമ്മച്ചിക്ക് അറിയില്ലല്ലോ, ഇത് കണ്ണൻ്റെ രുക്മിണിയല്ല, ഈ ഇരിക്കുന്ന ശിവയുടെ പാർവണയാണ്. കണ്ണൻ അപ്പോഴാണ് പാർവണിയുടെ അടുത്തിരിക്കുന്ന ശിവയെ കണ്ടത്. അവനെ കണ്ടതും കണ്ണൻ ആകെ അസ്വസ്ഥനായി. കണ്ണേട്ടൻ കഴിക്കുന്നില്ലേ? രശ്മി ചോദിച്ചു. ഇല്ലടാ, നിങ്ങൾ കഴിക്കി, ഞാൻ പിന്നെ ഇരുന്നോളാം. അത് പറഞ്ഞ് അവിടെ നിന്ന് കണ്ണൻ പോയി. അകലെയാണെങ്കിലും കണ്ണൻ പാർവണിയും ശിവയും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ഇറങ്ങാൻ സമയമായി. രേവതി എല്ലാവരെയും പുഞ്ചിരിയോടെ യാത്രയാക്കുകയാണ്. ദേവേട്ട, ഒരു കാര്യം പറയാൻ പറഞ്ഞു. താങ്ക്സ് കേട്ടോ. പാർവണ ദേവയുടെ താടി പിടിച്ചോണ്ട് പറഞ്ഞു. താങ്ക്സോ? എന്തിന്? അവൻ മനസ്സിലാവിച്ചു. ഈ മാലയ്ക്ക്. അവൻ കഴുത്തിലെ മാല കാണിച്ചോണ്ട് പറഞ്ഞു. മാലയോ? ഞാനോ? എന്ന ഭാവത്തിൽ ദേവ നിന്നു. പെട്ടെന്ന് അവൻ ശിവയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ശിവ ദേവയെ കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. ഓ, ഈ മാല അല്ലേ? രാവിലെ ശിവയുടെ കയ്യിൽ കൊടുത്തു വിട്ട മാലല്ലേ? ദേവ ചിരിയോട് ചോദിച്ചു. കുറച്ചു കഴിഞ്ഞതും അവർക്ക് പോവാൻ സമയമായി. ഇറങ്ങാൻ നേരം രേവതി രശ്മിയെയും പാർവണിയെയും കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. രേവതിയുടെ ഒപ്പം പോവാൻ രശ്മിയെയും പാർവണിയെയും വിളിച്ചെങ്കിലും പാർവണ പോയില്ല. അതുകൊണ്ട് രശ്മിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ കൂടി എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവൾ കൂടെ പോയി. വൈകുന്നേരം 5 മണിയോടെ എല്ലാവരും റിസപ്ഷൻ ഹാളിലെത്തി. രേവതിക്ക് ഒരു ബ്ലൂ കളർ പട്ടുസാരിയാണ് വേഷം. ഹെവി മേക്കപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പാർവണയ്ക്കും രശ്മിക്കും ആരുവിനും റിസപ്ഷനുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തത് കണ്ണനായിരുന്നു. കണ്ണൻ തനിക്കും പാർവണയ്ക്കും ഒരേപോലെയുള്ളതും രശ്മിക്കും ആരുവിനും ഒരേ കളറിലുള്ളതുമായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ പാർവണ മനഃപൂർവ്വം തനിക്കായി വാങ്ങിയ ഡ്രസ്സ് രശ്മിക്ക് നൽകിയിരുന്നു. റെഡ് കളർ ലെഹങ്കയായിരുന്നു രശ്മിയുടെ വേഷം. അതേ കളറിലുള്ള ഷർട്ടായിരുന്നു കണ്ണൻ്റെയും. പാർവണയ്ക്കും ആരുവിനും ഒരേപോലെയുള്ള കളർ ഡ്രസ്സായിരുന്നു. പീച്ച് കളർ ലെഹങ്കയായിരുന്നു പാർവണയുടെ വേഷം. കൂടെ വർക്ക് ചെയ്യുന്നവരും ക്ലയൻസും മറ്റും റിസപ്ഷന് പങ്കെടുക്കുന്നതിനാൽ വളരെ ഗ്രാൻഡായി തന്നെയാണ് റിസപ്ഷൻ നടത്തിയിരുന്നത്. ഹാളിന് അകത്തേക്ക് കയറുമ്പോൾ പാർവണ പ്രാർത്ഥിച്ച് ശിവയെ തൻ്റെ മുമ്പിൽ കാണരുതേ എന്നായിരുന്നു. ഹാളിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ചെറിയ ശബ്ദത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടങ്ങിയിരുന്നു. പാർവണ രശ്മിക്കൊപ്പം സ്റ്റേജിലുള്ള രേവതിയെയും ദേവയെ അരികിലേക്ക് നടന്നു. അപ്പോഴും പാർവണിയുടെ കണ്ണുകൾ ശിവയെ തിരഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും അവനെ അവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. റിസപ്ഷന് രേവതിയുടെ ചില ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ദേവയുടെ നിർബന്ധപ്രകാരമാണ് അവരെ രേവതി റിസപ്ഷന് ക്ഷണിച്ചത്. സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് പാർവണിയും ദേവയും രേവതി അവരുടെ ഫ്രണ്ട്സുമായി സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴായിരുന്നു ശിവയും അവരുടെ അരികിലേക്ക് വന്നത്. ദേവ, നമ്മുടെ ക്ലയൻസിനെ രേവതിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണേ. ശിവ പതിയെ ദേവയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ദേവ ശരിയെന്ന രീതിയിൽ തലയാട്ടുകയും ചെയ്തു. അടുത്ത ആഴ്ച പാർവണിയുടെ കല്യാണമല്ലേ, അത് നമുക്ക് അടിച്ചു പൊളിക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം. കൂട്ടത്തിലൊരു കൂട്ടുകാരി പാർവണിയെ ശിവയും നോക്കി പറഞ്ഞു. അയ്യോ, പാർവണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അതാണ്. ദൂരെ നിൽക്കുന്ന കണ്ണനെ നോക്കി രേവതി പറഞ്ഞു. സോറി, ഞാനിവരെ സെയിം കളർ ഡ്രസ്സ് കണ്ടപ്പോൾ വിചാരിച്ച് വരായിരിക്കുന്നു കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് കൂട്ടുകാരി അബദ്ധം പറ്റിയ പോലെ പറഞ്ഞു. എല്ലാവരും അപ്പോഴാണ് പാർവണിയുടെയും ശിവയുടെയും ഡ്രസ്സ് ശ്രദ്ധിച്ചത്. ഒരേ കളർ ഡ്രസ്സായിരുന്നു രണ്ടുപേരെയും. ഇറ്റ്സ് ഓക്കെ,
ശിവ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങി. അതേസമയം കണ്ണനും രശ്മിയും താഴെ റിലേറ്റീവ്സിനെ സ്വീകരിക്കാനായി നിൽക്കുകയായിരുന്നു. ഏയ് ഹൗ ആർ യു മാൻ? ഒരു ചെറുപ്പക്കാരൻ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. കണ്ണന് കൈ കൊടുത്തു. ഫൈൻ മാൻ. ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് വരുമ്പോൾ ഗിഫ്റ്റ് ഒന്നുമില്ലടാ? കണ്ണൻ ആ പയ്യന്റെ വയറിനിട്ട് കുത്തിക്കൊണ്ട് ചോദിച്ചു. ഗിഫ്റ്റ് എല്ലാം പിന്നാലെ വരും, അതൊക്കെ പോട്ടെ, അടുത്ത ആഴ്ചയല്ലേ നിന്റെ കല്യാണം, രണ്ടു കൂടെ ഇപ്പൊ തന്നെ ഒരുമിച്ചായോ? കണ്ണന്റെ രശ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു. നോ മാൻ, ഇത് രേവതിയുടെ, അതായത് കല്യാണ പെണ്ണിന്റെ സിസ്റ്ററാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഇതാ നിൽക്കണു, ആ പീച്ച് കളർ ലഹങ്കയാണ്. കണ്ണൻ സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറി, നിങ്ങളിങ്ങനെ ഒരേ കളറിലുള്ള ഡ്രസ്സിൽ നിന്ന് ആരായാലും തെറ്റിച്ചു പോവില്ലേ, അതാ. കൂട്ടുകാരൻ അത് പറഞ്ഞ് അകത്തേക്ക് നടന്നു. അതേസമയം രശ്മിയുടെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഗസ്റ്റുകളെല്ലാം പോവാൻ തുടങ്ങിയതും രേവതിയുടെയും പാർവണിയുടെയും വീട്ടുകാർ പോവാൻ തയ്യാറായി. രശ്മിയോട് കൂടെ വരാൻ രേവതി കുറേ പറഞ്ഞെങ്കിലും അവൾ രാവിലെ മുതലുള്ള ക്ഷീണം കാരണം അച്ഛനും അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോയി. രേവതി ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് അവൾക്ക് കൂട്ടായി പാർവണ അവിടെ തന്നെ നിന്നു. വന്നവരെല്ലാം പോയി ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ചിറങ്ങുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. ദേവു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ, സമയം ലേറ്റായി. പാർവണ ദേവിയുടെ വീട്ടിലെത്തിയതും രേവതിയോട് പറഞ്ഞു. ഈ സമയത്ത് പോവാൻ നിൽക്കണ്ട മോളെ, അമ്മ പാർവണയോട് പറഞ്ഞു. അത് സാരില്ല അമ്മ, കണ്ണൻ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, പാർവണ പറഞ്ഞു. എന്നാൽ ഈ ആ സമയത്ത് അത്രയും ദൂരം പോകണോ? അമ്മ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അത് സാരില്ല അമ്മ, അത് പറഞ്ഞ് പാർവണ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നു നോക്കി രേവതി അവിടെ തന്നെ നിന്നു. കല്യാണ തിരക്കെല്ലാം കഴിഞ്ഞ് ഫ്രഷായ റൂമിലിരിക്കുകയായിരുന്നു ദേവ. അപ്പോഴാണ് ശിവ അവിടേക്ക് വന്നത്. ദേവ, നീ ഇപ്പോൾ ഫ്രീ ആണോ? അവൻ്റെ അരികിലിരുന്ന് ശിവ സംശയത്തോടെ ചോദിച്ചു. ഇല്ലടാ, ചെറിയ തലവേദന. അത് സാരില്ല, എന്താ കാര്യം? എനിക്ക് നിന്നോട് അർജൻറ്റായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നീ എന്നോട് ദേഷ്യപ്പെടരുത്, ശിവ പറഞ്ഞു. നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയേ, വെറുതെ നിന്നെ മുഖവര. അത് പിന്നെ ഇന്ന് രാവിലെ ഞാനൊരു കുട്ടിയെ കല്യാണം കഴിച്ചു, ശിവ അത് പറഞ്ഞു. ദേവ ചാടി എണീറ്റു. കല്യാണോ? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതേടാ, പറ്റിപ്പോയി. ആരാ? നിനക്കറിയാവുന്ന കുട്ടി തന്നെയാ, പാർവണ. പാർവണയോ? നീ എന്തൊക്കെയാ ശിവ പറയണേ? അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ, അടുത്ത ആഴ്ച കല്യാണം, പിന്നെ ഇതെങ്ങനെ? ശിവ രാവിലെ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. അത് കേട്ടൻ ദേവിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. ശിവ, കല്യാണം എന്ന് വെച്ചാൽ കുട്ടിക്കളിയാണെന്നാണ് നിന്റെ വിചാരം? പക തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ നീ അത്രമാത്രം അധപ്പതിച്ചോ ശിവ? ദേവ ദേഷ്യമിടാതെ ചോദിച്ചു. എനിക്കപ്പം അങ്ങനെ ചെയ്യാൻ തോന്നി, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു, ശിവ ഇരു കൈകളും കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്താ നിന്റെ തീരുമാനം? ഇനി എന്താ തീരുമാനം? അടുത്ത ആഴ്ച അവളുടെ കല്യാണം, അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ? ഇത് നിന്നോടെങ്കിലും പറയണമെന്ന് തോന്നി. നാളെ മറ്റൊരാൾ പറഞ്ഞ് നീ അറിയുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയുന്നത് തന്നെയാണെന്ന് തോന്നി, അതുകൊണ്ട് നിന്നോട് പറഞ്ഞേ, ശിവ വലിയ ഭാവമാറ്റമൊന്നുമില്ലാതെ പറഞ്ഞു. താലി കെറ്റിയ ആളെ മറന്ന് വേറൊരാളെ കെട്ടാൻ അവള് സമ്മതിക്കുവോ? അതിന് അവൾക്ക് കഴിയോ? ദേവ ചോദിച്ചു. എന്താ സമ്മതിക്കാതെ? വെറുതെ ഒരു താലി കെട്ടിയത് കൊണ്ട് മാത്രമല്ല ആയില്ലല്ലോ, അവളായി തന്നെ ആ താലി അഴിച്ചു മാറ്റിയിട്ടുണ്ടാവും. നീ അവളുടെ കഴുത്തിലാ താലി കണ്ടോ? ശിവ പുച്ഛത്തോടെ ചോദിച്ചു. എന്നാൽ ദേവയ്ക്ക് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. അവളും അതിനത്ര വില കൊടുത്തിട്ടുള്ളോ? അല്ലെങ്കിൽ അവൾ അത് അഴിച്ചു മാറ്റിയിരുന്ന? മാത്രമല്ല ആ വിഷയം അവൾ എല്ലാവരോടും പറഞ്ഞിട്ടുമില്ല, രേവതിയോട് പോലും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് ചോദിക്കായിരുന്നില്ലേ? അതിന്റെ അർത്ഥം എന്താ? അവളും രാവിലെ നടന്നത് മറന്നു എന്നല്ലേ? ദേവേട്ടാ, കരഞ്ഞുകൊണ്ട് വരുന്ന രേവതിയെ കണ്ടതും അവരിരുവരും പറഞ്ഞു വന്നിരുന്ന കാര്യം നിർത്തി. എന്താ ദേവു, എന്താ പറ്റിയേ? ദേവ ടെൻഷനോടെ ചോദിച്ചു. തുമ്പി, അവളെ കാണാനില്ല.
ദേവു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാണാനില്ല എന്നാ? വീട്ടിലെവിടെയെങ്കിലും കാണും. ശരിക്കും നോക്കി എല്ലായിടത്തും? ഇല്ല ദേവേട്ടാ, അവള് ഈ വീട്ടിലില്ല. കുറച്ചു മുമ്പ് അവള് യാത്ര പറഞ്ഞു ഇറങ്ങിയതാണ്. അവളെ കൂട്ടാനായിട്ട് കണ്ണൻ വരുമെന്നും പറഞ്ഞു. പക്ഷെ അവള് ഫോണ് കൊണ്ടുപോകാൻ മറന്നിരുന്നു. ഫോണിന്റെ റിങ് കേട്ട് എടുത്തു നോക്കിയപ്പോ കണ്ണനാണ് ഉറച്ചിരിക്കണേ. തുമ്പി ഇവിടെ ഉണ്ടോന്നറിയാൻ. അവളിവിടെ ഇല്ല, അവന്റെ അടുത്തും ഇല്ല. അപ്പൊ എവിടെ പോയി? ഹൗസ് ഓണറുടെ വീട്ടിലാണെങ്കിൽ ആരുമില്ല. അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ലൈറ്റ് കാണാനില്ല എന്നാ പറഞ്ഞേ. അപ്പൊ അവൾ അവിടെയും പോയിട്ടില്ല. അവളെവിടെയാ പോയെന്ന് എനിക്ക് അറിയില്ല, അവൾ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. എന്നിട്ട് നീ ആർദ്രനോട് എന്താ പറഞ്ഞേ? ഞാൻ അവളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവനും ടെൻഷൻ അടിക്കില്ലേ? അതെന്തായാലും നന്നായി. നീ പേടിക്കണ്ട. തുമ്പി എവിടെ ഉണ്ടെങ്കിലും അവളെ ഞാൻ കണ്ടുപിടിക്കും. മറ്റു ചിലർക്ക് ഇവിടെ ഉത്തരവാദിത്തം ഇല്ലെങ്കിലും എനിക്കുണ്ട്. എൻ്റെ പെങ്ങളുടെ സ്ഥാനത്തുള്ള കുട്ടിയാണ് പാർവണ. അതുകൊണ്ട് അവളെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പറഞ്ഞ ദേവ കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ദേവേണ്ണ എന്താ അങ്ങനെ പറഞ്ഞു ശിവേട്ട? അവൾ സംശയത്തോടെ ചോദിച്ചു. അതൊന്നുമില്ലാന്നേ, എന്തായാലും ഞാൻ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അത് പറഞ്ഞ ശിവയും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത്. നാളെ ഒരു നല്ല പാർട്ടായിട്ട് വരാം. ബൈ.